Hi, hello friends. Welcome back to our channel. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ്, കറണ്ട് സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിൽ നിന്നുള്ള ഗൈഡൻസ് എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളാണ് ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഗൈഡൻസ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ഗൈഡൻസ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ ആൻഡ് ഓൾസോ ദി ഗൈഡൻസ് ഫ്രം ദ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ഈ ഒരു സമയത്ത് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ ആൻഡ് ഓൾസോ ദി ഗൈഡൻസ് ഫ്രം ദ യൂണിവേഴ്സ്. ഓക്കെ, മാസ്റ്റർ കാർഡ് 5 ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ റിവേഴ്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ സ്പ്രെഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഈ ഒരു സമയത്ത് നല്ലൊരു രീതിയിലല്ല, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സെപ്പറേഷനിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട്, നോ കോണ്ടാക്റ്റിൽ ഇങ്ങനെയൊക്കെയാണ് എന്നാണ് കാണുന്നത്. കൂടുതൽ പേർക്കും ഒരു സെപ്പറേഷൻ തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഈ ഒരു പേഴ്സൺ മാത്രമാണ് നിങ്ങളുടെ ലോകം എന്ന രീതിയിൽ വരെ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തി. അത്രയധികം ആഴത്തിൽ അവരോടുള്ള ഒരു സ്നേഹം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം സ്നേഹിച്ചു, പക്ഷെ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളെ വിട്ടിട്ട് പോയി. അത് നിങ്ങൾക്ക് വളരെയധികം ഒരു ആഘാതം തന്നു. അപ്പോൾ ഈ ഒരു വ്യക്തി ആ സമയങ്ങളിൽ, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ വളരെയധികമായിട്ട് നല്ല രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തി തന്നെയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇപ്പോ ഈ ഒരു സമയത്ത് അവര് നിങ്ങളുടെ കൂടെ ഇല്ല. അപ്പൊ ആ ഒരു വേദന നിങ്ങൾക്ക് താങ്ങാനായിട്ട് കഴിയുന്നില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ അവരെ നഷ്ടപ്പെടുത്തി കളഞ്ഞു, അല്ലെങ്കിൽ അവരെന്നിൽ നിന്ന് വിട്ടുപോയി, ഇതൊക്കെ എൻ്റെ ഒരു കാരണം കൊണ്ടാണോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടാണോ, എൻ്റെ സംസാരം കൊണ്ടാണോ, എൻ്റെ എന്തെങ്കിലും ഒരു ബിഹേവിയർ ഇഷ്ടപ്പെടാത്തത് കൊണ്ടൊക്കെയാണോ ഈ വ്യക്തി എന്നെ വിട്ടിട്ട് പോയത്, അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് കൊള്ളില്ലാത്തത് കൊണ്ടാണോ എന്ന് വരെ നിങ്ങൾ ഇങ്ങനെ വളരെ അധികമായിട്ട് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം, അവര് എന്നെ ഉപേക്ഷിച്ച് പോയതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ആ ഒരു വേദന നിങ്ങൾക്ക് താങ്ങാനും കഴിയുന്നില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർഡിൽ നമുക്ക് നിങ്ങൾ ആ ഒരു പ്രശ്നത്തിൽ നിന്നെല്ലാം ഒന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു സ്പിരിച്വൽ വേ ചൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. വളരെ കൂടുതൽ ആളുകളും ഒരു സ്പിരിച്വൽ വേ ചൂസ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രാർത്ഥനയിലേക്കൊക്കെ തിരിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഒരു ആശ്വാസം, മനസ്സിന് ഒരു സമാധാനം ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു മോശ സ്വഭാവം കൊണ്ടല്ല ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോയത് എന്ന് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ അവരുടെ ഒരു സിറ്റുവേഷൻസ്, അവര് ക്രിയേറ്റ് ചെയ്യപ്പെട്ട പല പല സിറ്റുവേഷൻസ് ഉണ്ട്. ചില ആളുകൾ കൂടി ചേർന്നിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പേരൻസ് അവരെ കൊണ്ടുപോയതായിരിക്കാം, ഫാമിലി മെമ്പേഴ്സിന്റെ സമ്മർദ്ദം കൊണ്ടുപോയതായിരിക്കാം, എന്ത് തന്നെയാണോ, അല്ലെങ്കിൽ അവരുടെ തിരക്ക് മൂലം നിങ്ങളെ ഒരു കെയർ ചെയ്യാനോ സ്നേഹിക്കാനോ ഒന്നും കഴിയാതെ പോയി, അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ കുറച്ച് ഇതിലും നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്, നിങ്ങൾ വളരെ മോശമാണ് എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ അവർ പോയിട്ടുള്ളതാകാം. അവരാൽ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട സിറ്റുവേഷൻ കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോയി എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങളിവിടെ
മാനിഫെസ്റ്റ് ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഒരു നല്ല രീതിയിൽ നിങ്ങൾ ഏത് വിശ്വാസത്തിലുള്ളവരാണെങ്കിലും ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മാനിഫെസ്റ്റ് ചെയ്യാത്തവരാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുക. ഈ ഒരു കാർഡിൽ നമുക്ക് മെയിൻ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ലാസ്റ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ലാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാകും. ഈ ഒരു പ്രശ്നങ്ങൾ ഇനി ഒന്നും മുന്നോട്ട് പോകില്ല എന്ന് വരെ ഓർത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവസാന സമയങ്ങളിൽ നിങ്ങൾക്കാണ് സക്സസ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സക്സസ് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. അത് തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് പ്രാർത്ഥിക്കുക, നല്ല പ്രാർത്ഥനയിലായിരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഗൈഡൻസും വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡിൽ നിന്ന് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഒരു മോശം സ്വഭാവം കൊണ്ടല്ല ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അവരുടേതായ സിറ്റുവേഷൻസ് കൊണ്ടാണ് പോയിട്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഏസ് ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവരോട് തോന്നുന്ന വളരെയധികമായിട്ടുള്ള ഒരു സ്നേഹം ഇവിടെ ഓവർഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഒരു സ്നേഹം, നിങ്ങളുടെ ഒരു ആത്മാർത്ഥത, നിങ്ങളുടെ ഒരു നിഷ്കളങ്കത, ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്നേഹം, ആ വ്യക്തിയോടുള്ള ഒരു സ്നേഹം തുളുമ്പി താഴോട്ട് ചാടുകയാണ്. അത് തടുക്കാനായിട്ടോ അത് തകർക്കാനായിട്ടോ ഒന്നും ആർക്കും, ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും സാധിക്കില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു ഏഞ്ചലിക് സപ്പോർട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നല്ല ഏഞ്ചൽസിന്റെ നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകുന്ന കാര്യങ്ങളെല്ലാം ഏഞ്ചൽസ് സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഏഞ്ചൽ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് കൂടെ എപ്പോഴും ഒരു യൂണിവേഴ്സിന്റെ ഒരു ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അത് തന്നെയാണ് കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് പറയാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്ക് വരുന്നൊരു കാർഡ്, ഇത് ഈ ഒരു കാർഡിൽ റിവേഴ്സ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്ന മറ്റൊരു പേഴ്സൺ ഉണ്ട്. നിങ്ങൾ ഒരുമിക്കാതിരിക്കാനായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നോ അതിലധികമോ ഉള്ള ആളുകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇവിടെ വ്യക്തമാണ്. ആ ഒരു പേഴ്സണും ഈ ഒരു വ്യക്തിയെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. അപ്പോൾ ആ ഒരു വ്യക്തിയാണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ ഒരിക്കലും എൻഡ് ആയിക്കൊണ്ട് ഒരു റീസ്റ്റാർട്ടിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആ ഒരു പേഴ്സൺ മാത്രമാണ്. അപ്പോൾ ആ ഒരു പേഴ്സണും ആ ഒരു പേഴ്സന്റെ ആളുകളും ഈ ഒരു സെപ്പറേഷൻ എൻഡ് ആകാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ബാലൻസിലേക്ക് വരാതിരിക്കാനായിട്ട് അവര് മാക്സിമം ട്രൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അവരതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അത് തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയത്തുണ്ടാവില്ല, നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നും അല്ലെങ്കിൽ അവര് ഈ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉള്ള ഒരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാർഡിൽ നമുക്ക് ഈ രണ്ട് കാർഡുകളും നിങ്ങളുടെ പേഴ്സന്റെ ഒരു തിരിച്ചറിവിന്റെ കാർഡുകളാണ് കാണുന്നത്. അവരുടെ ലൈഫിൽ സിൻസിയർ ആണെന്ന് അവർ വിചാരിച്ചിരുന്ന പലരും ഫേക്ക് ആണ് എന്ന ഈ വ്യക്തി ഈ ഒരു സമയത്ത് തിരിച്ചറിയുകയാണ്. അത് തന്നെയാണ് അവർക്ക് ആ ഒരു തിരിച്ചറിവ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തകർച്ചയാണ്, അവരുടെ ഒരു തകർച്ചയാണ് അത്. അവരുടെ ലൈഫിൽ അവര് അഹങ്കാരത്തോടെ നേടിയ കാര്യങ്ങളെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സുഹൃത്തുക്കൾ അവരെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവരൊക്കെ കറക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ കൂടെ കുറച്ച് ആളുകളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ വ്യക്തികളെല്ലാം ഫേക്ക് ആണ് എന്നുള്ള ഒരു കാര്യം ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുകയാണ്. ആ സെയിം ടൈമിൽ തന്നെ അവരുടെ സുഹൃത്തുക്കളും അവരെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ലൈഫിലേക്ക് അവര് ഈ ഒരു സമയത്ത് വളരെയധികം ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളായിരുന്നു അവരുടെ ലൈഫിലെ ഒരു ഏഞ്ചൽ എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നു. സോ നിങ്ങളിലേക്കുള്ള ഡയറക്ഷൻ തേടി അവർ വരികയാണ്. ഉറപ്പായിട്ടും അവർ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു എനർജി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തേടി നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു കോണ്ടാക്ട്, ഒരു മെസ്സേജോ അല്ലെങ്കിൽ കോളോ അല്ലെങ്കിൽ നേരിട്ട് അവർ വന്ന് നിങ്ങളെ കാണാനുള്ളൊരു ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. ഈ ഒരു റീഡിങ്ങിൽ അത്തരത്തിലുള്ള എനർജിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം
ഈ ഒരു വീഡിയോ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം അത്രമാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ തിരികെ വരാനായിട്ട്, ആ ഒരു കാര്യം നടക്കാനായിട്ട് പോകുന്നു. ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വന്നിരിക്കും. കാരണം നിങ്ങളുടെ കൂടെ ഒരു ഏഞ്ചൽ ഉണ്ട്. അവർ നിങ്ങളുടെ പ്രാർത്ഥന, നിരന്തരമുള്ള നിങ്ങളുടെ ആ ഒരു ആഗ്രഹം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ടും നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഒരു റീകൺസിലേഷൻ ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് വേണമെന്ന് എത്രമാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്രയും വേഗത്തിൽ അവര് നിങ്ങളിലേക്ക് തിരികെ വരട്ടെ എന്ന് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് സോൾ മെസ്സേജസ് നമുക്കൊന്ന് എടുത്തു നോക്കാം. സോൾ മെസ്സേജസ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. My life is worthless without you. നീ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഒരു വിലയുമില്ല എന്നാണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഐ ഡിഡ് നോട്ട് റിയലൈസ് earlier that this love is deep inside me. ഓക്കെ, ഇത്രയും ഒരു ആഴത്തിൽ ഈ ഒരു സ്നേഹം എൻ്റെ ഉള്ളിൽ പതിഞ്ഞിരുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ മുന്നമേ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഐ മിസ് യു വെരി ബാഡ്ലി. ഓക്കെ, ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവർ നിങ്ങളോട് പറയുന്നത്. ഐ ലവ് യു മോർ ദാൻ എനിത്തിങ്. ഓക്കെ, എല്ലാറ്റിനും ഉപരിയായിട്ട് നിങ്ങളെ അവർ ഈ ഒരു സമയത്ത് സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യവും നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് അസ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവര് ഈ ഒരു സമയത്ത് നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നായി തീരും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു എന്നാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഐ വിൽ മെസ്സേജ് യു സൂൺ. ഓക്കെ, ഉടനെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. യു ആർ മൈ ഹാപ്പിനെസ്. ഓക്കെ, നിങ്ങളാണ് അവരുടെ സന്തോഷം എന്ന് അവർ പറയുകയാണ്. ഐ കനോട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനായിട്ട് അവർക്ക് ഒരിക്കലും കഴിയില്ല എന്നുള്ളൊരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ എടുത്ത് നോക്കാം. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 639 എന്ന് പറയുന്ന നമ്പറാണ്. അതുപോലെ തന്നെ നമ്പർ 40 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടാറ്റു ആർട്ട് എന്ന് പറയുന്ന ഒരു ക്ലൂ കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 1 ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്പർ 22 ഇവിടെ കിട്ടുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ലെറ്റർ കെ, ഹിയറിംഗ് ഇഷ്യൂസ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉണ്ടാകാം എന്ന് വിചാരിക്കുന്നു. ടുമോറോ. ഓക്കെ, ടുമോറോ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടുമോറോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടുഡേ എന്ന് പറയുന്ന ഒരു ക്ലൂവും കിട്ടുന്നുണ്ട്. ഇന്ന് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു കോൾ ആയിട്ടോ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ നേരിട്ട് വന്നോ നിങ്ങളെ കാണാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. എക്സ്പെക്ട് മിറാക്കിൾസ്. ഓക്കെ, നിങ്ങൾക്കൊരു അത്ഭുതം പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. ലെറ്റർ എൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ വർക്കർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 25 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബ്ലൂ കളർ. നമ്പർ 5 ലവബിൾ. നിങ്ങളുടെ പേഴ്സൺ, ഓക്കെ സോറി, നിങ്ങൾ ലവബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് നമുക്ക് ഓൾറെഡി ഒരു റീഡിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണും ഒരു ലവബിൾ ആയിട്ടുള്ള പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 1978 എന്ന് പറയുന്ന ഒരു വർഷവും 12 എന്ന് പറയുന്ന ഒരു നമ്പറും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ഇ നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് മന്ത്. ലെറ്റർ എൻ. ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. 2 വീക്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്.
2000 എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. 51 നമ്പർ 51 കിട്ടുന്നുണ്ട്. ലെറ്റർ സി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1997 എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. 2000 ഓക്കെ 2000 എന്ന് പറയുന്ന ഒരു വർഷവും നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ വൈ നമുക്ക് കിട്ടുന്നുണ്ട്. 54 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടുന്നുണ്ട്. 1991 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. 1999 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ കോട്ടയം ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. 1996 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 1979 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പോലീസ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 36 നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്ലൂസ് പറഞ്ഞതിൽ ഒരു ഫസ്റ്റ് ഒരു 2000 എന്ന് ഞാൻ പറഞ്ഞത് 2005 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അത് എനിക്ക് വന്നൊരു മിസ്റ്റേക്ക് ആണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. 2005ഉം 2000 നമുക്ക് ഇവിടെ ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു മിസ്റ്റേക്ക്, സോറി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്.